നമസ്കാരം, ടേക്കി ക്യൂസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ ശരണ്യ. നമ്മുടെ LDC എക്സാമിൻ്റെ ടൈം ടേബിളൊക്കെ വന്നു. ഡേറ്റ് വന്നില്ലെങ്കിലും എല്ലാ ജില്ലകളുടെയും എക്സാം ഉണ്ടാകുന്ന മാസം PSC പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോ നമുക്കിനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ബാക്കി. ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണ് എക്സാമിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പവഴി. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഭരണഘടന എന്ന ടോപ്പിക്കിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ വസ്തുക്കളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മൗലികാവകാശം ഏത്? ഓപ്ഷൻസ് നോക്കാം. A. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, B. സമത്വത്തിനുള്ള അവകാശം, C. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, D. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ആർക്കൊക്കെ അറിയാം ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ എന്താണ് ഇതിനുള്ള ഉത്തരം? ഓപ്ഷൻ D. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഡോക്ടർ BR അംബേദ്കറാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശങ്ങളെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. ആർട്ടിക്കിൾ 32 ഇതിനെക്കുറിച്ച് പറയുന്നത്. മൗലികാവകാശങ്ങൾ 6 അതിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അനുച്ഛേദം 19 മുതൽ 22 വരെയാണ് പറയുന്നത്. സമത്വത്തിനുള്ള അവകാശം അനുച്ഛേദം 14 മുതൽ 18 വരെയും മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അനുച്ഛേദം 25 മുതൽ 28 വരെയുമാണ് പറയുന്നത്. ചൂഷണത്തിനെതിരെയുള്ള അവകാശം അനുച്ഛേദം 23, 24 എന്നിവയിലും ന്യൂനപക്ഷങ്ങളുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ അനുച്ഛേദം 29, 30 എന്നിവയിലുമാണ് പറയുന്നത്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ മാഗ്ന കാർട്ട, ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്. പിന്നെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ആർട്ടിക്കിൾ 31 ആയി ഉണ്ടായിരുന്നത് സ്വത്തവകാശത്തെ മാറ്റി ഒരു നിയമാവകാശമാക്കി മാറ്റി. അതിപ്പോൾ 300A പ്രകാരം ഒരു നിയമം മാത്രമാണ്, മൗലികാവകാശമല്ല. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി അഥവാ ജോഡികൾ ഏവ? A. ഹേബിയസ് കോർപ്പസ്, ശരീരം ഹാജരാക്കുക. B. പ്രൊഹിബിഷൻ, നിലനിർത്തുക. C. മാൻഡമസ്, ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. D. കൊവാറൻറ്റോ, എന്ത് അധികാരത്തിൽ? അതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. ഒന്നാമത്തെ Aയും Bയും, രണ്ടാമത്തെ A, C, D, മൂന്നാമത്തെ Cയും Dയും, നാലാമത്തെ C. ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇത് റിട്ടുകളാണ്. നമ്മൾ റിട്ടുകളെക്കുറിച്ച് ഭരണഘടനയുടെ സിലബസ് വൈസ് ക്ലാസ് ചെയ്തിരുന്നു. അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 5 റിട്ടുകളാണുള്ളത്. അതിൽ റിട്ടുകളുടെ അർത്ഥമാണ് തന്നിരിക്കുന്നത്. ഹേബിയസ് കോർപ്പസ്, ശരീരം ഹാജരാക്കുക. പ്രൊഹിബിഷൻ, നിലനിർത്തുക. മാൻഡമസ്, ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. കൊവാറൻറ്റോ, എന്ത് അധികാരത്തിൽ? ഇതിലേതെല്ലാമാണ് ശരിയായവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർക്കൊക്കെ ഉത്തരം അറിയാം? കമൻറ്റ് ചെയ്യൂ. ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ 2 A, C, D എന്നിവ ശരിയാണ്. ഹേബിയസ് കോർപ്പസിൻ്റെ അർത്ഥം ശരീരം ഹാജരാക്കുക എന്നതാണ്. C, മാൻഡമസ് എന്നത് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. D, കൊവാറൻറ്റോ, എന്ത് അധികാരത്തിൽ? പ്രൊഹിബിഷൻ എന്നുള്ളതിൻ്റെ അർത്ഥം മാത്രമാണ് തെറ്റായി കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് റിട്ടുകൾ എന്താണെന്ന് അറിയാത്തവർക്ക് നോക്കാം. മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. 5 റിട്ടുകളെ കുറിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കൊവാറൻറ്റോ, പ്രൊഹിബിഷൻ, സെർഷ്യോററി എന്നിവയാണ് റിട്ടുകൾ. അപ്പോൾ ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കൊവാറൻറ്റോ എന്നിവയുടെ അർത്ഥം നമ്മൾ ചോദ്യത്തിൽ കണ്ടു. പ്രൊഹിബിഷൻ എന്നതിൻ്റെ അർത്ഥം നിരോധിക്കുക എന്നാണ്. സെർഷ്യോററി എന്നതിൻ്റെ അർത്ഥം സർട്ടിഫൈഡ് അല്ലെങ്കിൽ അറിയിക്കുക. ഇത് ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതിക്കും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഈ ആർട്ടിക്കിളുകളൊക്കെ ഓർത്ത് വയ്ക്കുക. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്കും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിക്കുമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശം. അപ്പോൾ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശം 2 ആർട്ടിക്കിളിലായിട്ടാണ് പറയുന്നത്. അത് മറക്കരുത്. ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 226. അടുത്ത ചോദ്യം. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നുമാണ്? ഓപ്ഷൻസ് A, അമേരിക്ക, B, ബ്രിട്ടൻ, C, അയർലൻഡ്, D, കാനഡ. ഏതായിരിക്കും ഉത്തരം? ഇത് കുറച്ച് ഈസി ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും ഉത്തരം കേട്ടിട്ടുണ്ടായിരിക്കും. ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഉത്തരം ഏതാണ്?
ഓപ്ഷൻ സി അയർലൻഡ്. നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നുമാണ്. അയർലൻഡിൽ നിന്ന് കടമെടുത്ത മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? രാഷ്ട്രീയ നിർദ്ദേശക തത്വങ്ങളോടൊപ്പം രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളുടെ നോമിനേഷൻ, പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന രീതി എന്നിവ അയർലൻഡിൽ നിന്നും കടമെടുത്തവയാണ്. അപ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ കടമെടുത്താണ് ഇന്ത്യൻ ഭരണഘടന രൂപം കൊണ്ടിരിക്കുന്നത്. അത് കുറച്ചധികം പറയാനുണ്ട്, നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. ബാലവേല നിരോധനം, സ്വത്തവകാശം, അവസര സമത്വം, വിദ്യാഭ്യാസ മൗലികാവകാശം. ബാലവേല നിരോധനം ഏത് കോളത്തിലായിരിക്കും വരിക? ബാലവേല നിരോധനം വകുപ്പ് 24. സ്വത്തവകാശം ആർട്ടിക്കിൾ 300A. അവസര സമത്വം വകുപ്പ് 16. വിദ്യാഭ്യാസ മൗലികാവകാശം 21A. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനായിരിക്കും വരുന്നത്? ബാലവേല നിരോധനം വകുപ്പ് 24, സ്വത്തവകാശം ആർട്ടിക്കിൾ 300A, അവസര സമത്വം വകുപ്പ് 16, വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയത് ആർട്ടിക്കിൾ 21A പ്രകാരം. അപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? എ. ഭരണഘടനാ ഭാഗം 20 അനുച്ഛേദം 368 ഭരണഘടനാ ഭേദഗതി പ്രതിപാദിക്കുന്നു. ബി. ഭാഗം 18 അനുച്ഛേദം 368, 369 എന്നിവയിൽ ഭേദഗതി വ്യവസ്ഥകൾ പ്രതിപാദിക്കുന്നു. സി. ഭാഗം 19 അനുച്ഛേദം 367, 368 എന്നിവയിലാണ് ഭേദഗതി വ്യവസ്ഥകൾ ഉള്ളത്. ഡി. ഭാഗം 21 അനുച്ഛേദം 360 ഭേദഗതി വ്യവസ്ഥകൾ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഏതായിരിക്കും ശരിയായ പ്രസ്താവന? ആർക്കൊക്കെ ഉത്തരം അറിയാം? ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഭരണഘടനാ ഭാഗം 20 അനുച്ഛേദം 368 ഭരണഘടനാ ഭേദഗതി പ്രതിപാദിക്കുന്നു. ഭരണഘടനയുടെ ഭേദഗതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 20. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം. ഭരണഘടനാ ഭാഗം 20 അനുച്ഛേദം 368 ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഈ ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമാണ്. 2023 സെപ്റ്റംബർ വരെ 106 ഭേദഗതി നിയമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയിട്ടുണ്ട്. 2023 സെപ്റ്റംബർ 28 106ാമത് ഭേദഗതി നിയമം വന്നത്. അതെന്ത് നിയമമാണ്? എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണത്? ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ നിയമസഭയിലും പട്ടികജാതി പട്ടികവർഗക്കാർക്കായി സംവരണം ചെയ്യപ്പെട്ടവ ഉൾപ്പെടെ 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്ന വനിതാ സംവരണ ബില്ലാണ് ഇത്. അപ്പോൾ ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ നിയമസഭയിലും പട്ടികജാതി പട്ടികവർഗക്കാർക്കായി സംവരണം ചെയ്യപ്പെട്ടവ ഉൾപ്പെടെ 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്ന വനിതാ സംവരണ ബില്ലാണ് 106ാം ഭേദഗതിയിലൂടെ കൊണ്ടുവന്നത്. അതായത് 33% സംവരണം സ്ത്രീകൾക്ക് ഇന്ത്യ മുഴുവൻ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിയമമാണ്. ഭരണഘടന ആദ്യത്തെ ഭേദഗതി നടന്നത് 1951. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. 1. ഒന്നാം ഭരണഘടനാ ഭേദഗതി ബിൽ 1951 മെയ്യിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചു. 2. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് ബിൽ അവതരിപ്പിച്ചത്. 3. ഒന്നാം ഭരണഘടനാ ഭേദഗതി 1951 ജൂണിൽ പ്രാബല്യത്തിലായി. 4. ഒന്നാം ഭേദഗതി കൺകറന്റ് ലിസ്റ്റിൽ മാറ്റം വരുത്തി. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ എ 1, 2, 4, ബി 1, 3, 4, സി എല്ലാം ശരിയാണ്, ഡി 1, 2, 3 ശരിയാണ്. ഏതായിരിക്കും ഉത്തരം? നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും കൂടി നോക്കാം. 1. ഒന്നാം ഭരണഘടനാ ഭേദഗതി ബിൽ 1951 മെയ്യിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. 2. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് ബിൽ അവതരിപ്പിച്ചത്. 3. ഒന്നാം ഭരണഘടനാ ഭേദഗതി 1951 ജൂണിൽ പ്രാബല്യത്തിലായി. 4. ഒന്നാം ഭേദഗതി കൺകറന്റ് ലിസ്റ്റിൽ മാറ്റം വരുത്തി. ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. 1, 2, 4, ബി 1, 3, 4, സി എല്ലാം ശരിയാണ്, ഡി 1, 2, 3. അപ്പോൾ ഡി ആണ് ഉത്തരം. 1, 2, 3 ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് തെറ്റ്. ഒന്നാം ഭരണഘടനാ ഭേദഗതി കൺകറന്റ് ലിസ്റ്റിൽ മാറ്റം വരുത്തി എന്നത് തെറ്റാണ്. ആദ്യ ഭേദഗതിയിൽ 9ാം പട്ടിക കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത്.
ഇത് ചില ആക്ടുകളുടെയും റെഗുലേഷനുകളുടെയും സാധൂകരണമാണ്. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? എ. 86 ഭേദഗതിയിലൂടെ അനുച്ഛേദം 21A കൂട്ടിച്ചേർത്തു. ബി. 6 മുതൽ 14 വരെ പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി. സി. 1998 86 ഭേദഗതി നടപ്പാക്കിയത്. ഡി. സൈക്കിയ കമ്മിറ്റി ശുപാർശയാണ് 86 ഭേദഗതിക്ക് കാരണമായത്. അപ്പോൾ ചുവടെ പറയുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്ന ചോദ്യം. പ്രസ്താവനകൾ: 86 ഭേദഗതിയിലൂടെ അനുച്ഛേദം 21A കൂട്ടിച്ചേർത്തു. ബി. 6 മുതൽ 14 വരെ പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റി. 1998 86 ഭേദഗതി നടപ്പാക്കിയത്. ഡി. സൈക്കിയ കമ്മിറ്റി ശുപാർശയാണ് 86 ഭേദഗതിക്ക് കാരണമായത്. ഏതാണ് ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന? ഓപ്ഷൻ സി. 1998 86 ഭേദഗതി നടപ്പാക്കിയത് എന്നത് തെറ്റാണ്. 2002 86 ഭേദഗതി നടപ്പാക്കുന്നത്. 86 ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ 3 ഭാഗങ്ങളിലാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത്. ആദ്യം ഭാഗം 3 ആർട്ടിക്കിൾ 21A കൂട്ടിച്ചേർത്തു. പിന്നെ ആർട്ടിക്കിൾ 45 ഭേദഗതി വരുത്തി. അത് പ്രകാരം 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്നു. പിന്നെ ആർട്ടിക്കിൾ 51A ഭേദഗതി വരുത്തി ഒരു പുതിയ മൗലിക കർത്തവ്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത്. അതുവരെ 10 മൗലിക കർത്തവ്യങ്ങളുള്ളത് അതിനുശേഷം 11 മൗലിക കർത്തവ്യമായി മാറി. 51A കെ എന്ന ക്ലോസോടുകൂടി 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവസരങ്ങൾ നൽകുന്നത് രക്ഷിതാവിൻ്റെ ബാധ്യതയാണ് എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? ഏകീകൃത നിയമ സംവിധാനം വകുപ്പ് 44, മൗലിക കടമകൾ വകുപ്പ് 51, ഹൈക്കോടതിയുടെ റിട്ട് അധികാരം വകുപ്പ് 226, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റ് വകുപ്പ് 61. ഏകീകൃത നിയമ സംവിധാനം വകുപ്പ് 44, മൗലിക കടമകൾ വകുപ്പ് 51, ഹൈക്കോടതിയുടെ റിട്ട് അധികാരം വകുപ്പ് 226, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റ് വകുപ്പ് 61. ഇതെല്ലാവർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടായിരിക്കും. കാരണം നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ. ഇതിലത്തെ ഏതാണ് തെറ്റായ ജോഡി ഏതാണ്? ഓപ്ഷൻ ബി, മൗലിക കടമകൾ. ഏതാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ വകുപ്പ് 51A മൗലിക കടമകളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ 11 മൗലിക കടമകളാണ് നമുക്കുള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടാത്തത് ഏതാണ്? ഒന്നാമത്തെ, ആദ്യത്തെ ലിഖിത ഭരണഘടന. 2, ഏറ്റവും വലിയ ലിഖിത ഭരണഘടന. 3, ഭരണഘടന എഴുതി പൂർത്തീകരിക്കുവാൻ 3 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തു. 4, ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 8 പട്ടികകളുണ്ട്. ഏതാണ് ഇതിൽ പെടാത്ത സവിശേഷത? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 1, 3, 4, ഓപ്ഷൻ ഡി 4. ഏതാണ് പെടാത്തത്? 1, 3, 4. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. ലോകത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടന അമേരിക്കൻ ഐക്യനാടുകളുടേതാണ്. ഇത് ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണം പൂർത്തിയാക്കാൻ എടുത്ത സമയം 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ്. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 12 പട്ടികകളാണുള്ളത്. ഉണ്ടാക്കുന്ന സമയത്ത് 8 പട്ടികകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിൽ 12 പട്ടികകളുണ്ട്. അടുത്ത ചോദ്യം, ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടാത്തത് ഏത് അല്ലെങ്കിൽ ഏതൊക്കെ? എ, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ. ബി, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം. സി, അപ്പീൽ അധികാരം. ഡി, ഉത്തരവുകൾ അഥവാ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം. ഓപ്ഷൻസ് എ, സി ആൻഡ് ഡി, ബി, എ ആൻഡ് ബി, സി, ബി ആൻഡ് സി, ഡി, സി. അപ്പോൾ ഏതൊക്കെയാണ് സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ? കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. അതെ. ബി, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം, പിന്നെ ഉത്തരവുകൾ, റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം എന്നിവയെല്ലാം സുപ്രീം കോടതിക്കുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിൽ ഇതൊക്കെ പറഞ്ഞു. അപ്പീൽ അധികാരം, സുപ്രീം കോടതിക്ക് അപ്പീൽ അധികാരം ഇല്ല. സുപ്രീം കോടതി പരമോന്നത കോടതി ആയതുകൊണ്ട് തന്നെ സുപ്രീം കോടതിക്ക് മുകളിലൊരു അപ്പീല് ഇന്ത്യയിലില്ല. അപ്പോൾ അതാണ് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. സുപ്രീം കോടതിയുടെ അധികാരത്തിൽ പെടാത്തത് അപ്പീൽ അധികാരം. സുപ്രീം കോടതി
പരിഗണിക്കുന്ന കേസുകൾ ഏതൊക്കെ നോക്കാം. മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ, കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ, സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള തർക്കങ്ങൾ, ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം, ആവശ്യമായ കേസുകൾ, സംസ്ഥാന ഹൈക്കോടതിയിലെ അപ്പീൽ കേസുകൾ എന്നിവയാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 124 മുതൽ 147 വരെയാണ് സുപ്രീം കോടതിയുടെ അധികാരങ്ങളും ചുമതലകളെയും പറ്റി പ്രതിപാദിക്കുന്നത്. 1950 ജനുവരി 26 സുപ്രീം കോടതി നിലവിൽ വന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളത്. 10 ക്വസ്റ്റ്യൻസ് നോക്കി നമ്മൾ ഇനി നാളെ വേറെ ഒരു സബ്ജക്റ്റിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസുമായിട്ട് വരാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.